നമസ്കാരം. വാനര രാജാവായ ബാലി രാവണനെ പിടിച്ചുകെട്ടിയ കഥ കേട്ടാലോ? ഇത് കുട്ടിപ്പുരാണം. പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടുനോക്കൂ. കാർത്തവീര്യാർജുനന്റെ ബന്ധനത്തിൽ നിന്ന് മോചിതനായി മാഹിഷ്മതിയിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ രാവണൻ കിഷ്കിന്ധ നഗരം കണ്ടു. അർജുനനോട് പരാജയപ്പെട്ടതിൻ്റെ നാണക്കേട് മാറ്റാൻ ബാലിയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെന്നുറപ്പിച്ച് രാവണൻ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ബാലി അവിടെ ഇല്ലെന്നും 4 സമുദ്രങ്ങളിലും ചെന്ന് സന്ധ്യാവന്ദനം ചെയ്യാനായി പോയിരിക്കുകയാണെന്നും ബാലിയുടെ മകനായ അംഗദൻ അറിയിച്ചു. കുറച്ചു നേരം കാത്തിരിക്കുക. പണ്ടും ഇതുപോലെ പലരും അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാനായി വന്നിരുന്നു. അവരുടെ എല്ലുകളാണ് ഒരു കുന്നുപോലെ അവിടെ കിടക്കുന്നത്. നിന്റെയും കഥ ഇത് തന്നെയാകും. ബാലിയോട് യുദ്ധം ചെയ്താൽ അമൃത് കുടിച്ചവനാണെങ്കിൽ കൂടിയും മരണം ഉറപ്പാണ്. ഇനി കാത്തിരിക്കാൻ കഴിയില്ല, വേഗം മരിക്കണമെന്നാണെങ്കിൽ ബാലി ഇപ്പോൾ വടക്ക് സമുദ്രതീരത്തുണ്ടാകും. അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് മരിക്കാം നിനക്ക് എന്നും അംഗദൻ കൂട്ടിച്ചേർത്തു. അംഗദൻ പറഞ്ഞത് കേട്ട് രാവണൻ സൈന്യത്തെയും കൂട്ടി നേരെ വടക്ക് ദിക്കിലെ സമുദ്രതീരത്തേക്ക് പോയി. അവിടെ സന്ധ്യാവന്ദനം ചെയ്യുന്ന ബാലിയെ കണ്ടു. തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ബാലി കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് രാവണൻ പിന്നിലൂടെ ചെന്ന് ബാലിയെ പിടിച്ചു. തന്നെ പിടിക്കാനാണിവൻ വരുന്നതെന്ന് മനസ്സിലോർത്ത് ബാലി ശ്രദ്ധയോടെ ഇരുന്നു. പിന്നിലൂടെ പതുങ്ങി വന്ന രാവണനെ ബാലി പെട്ടെന്ന് തൻ്റെ വാൾ കൊണ്ട് ചുറ്റി വരിഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ പേടിച്ചു പോയ രാക്ഷസന്മാർ ആരും അങ്ങോട്ടേക്ക് അടുത്തില്ല. വാലിൽ രാവണനെയും തൂക്കിയിട്ടുകൊണ്ട് ബാലി ബാക്കി 3 സമുദ്രത്തിലും ചെന്ന് സന്ധ്യാവന്ദനം ചെയ്ത് തിരിച്ച് കിഷ്കിന്ധയിലെത്തി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ചിരിച്ചുകൊണ്ട് ബാലി രാവണനോട് ചോദിച്ചു, അല്ല, താൻ ഏതാ? എങ്ങനെ ഇവിടെ എത്തി? തൻ്റെ കൂടെ ആരുമില്ലേ? രാക്ഷസ രാജാവായ രാവണനാണ് ഞാൻ. എൻ്റെ കർമ്മദോഷം കൊണ്ടിവിടെ അകപ്പെട്ടതാണ്. അങ്ങയോട് സഖ്യം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് രാവണൻ പറഞ്ഞു. യുദ്ധം ചെയ്യാനാണ് താൻ വന്നതെന്ന കാര്യം രാവണൻ മിണ്ടിയതേയില്ല. അങ്ങനെ അഗ്നിയെ സാക്ഷിയാക്കി ഇരുവരും സഖ്യം ചെയ്തു. അനുചരന്മാരുടെ കൂടെ 1 മാസക്കാലം കിഷ്കിന്ധയിൽ ചെലവഴിച്ച് രാവണൻ ലങ്കയിലേക്ക് മടങ്ങി.